പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഒബാഫെമി എന്ന് പറയുന്ന മുൻ NXT ചാമ്പ്യനെ സംബന്ധിച്ചാണ്. റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റോട് കൂടി മെയിൻ റോസ്റ്ററിൻ്റെ ഭാഗമായ ഒബാഫെമി ഏത് ബ്രാൻഡിൻ്റെ ഭാഗമാണ് എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. നിലവിൽ WWE.com എന്ന് പറയുന്ന വെബ്സൈറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഒബാഫെമിയെ ഫ്രീ ഏജൻ്റായിട്ടാണ് അവർ നിലവിൽ വിലയിരുത്തിയിട്ടുള്ളത്. അതായത് ഒരു ബ്രാൻഡിൻ്റെയും റോയുടെയോ സ്മാക്ഡൗണിൻ്റെയോ ഭാഗമല്ല ഒബാഫെമി എന്നാണ് WWE അറിയിക്കുന്നത്. റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻ്റ് കഴിയുന്നതിന് ശേഷമുള്ള റോ എപ്പിസോഡിലും കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിലും ഒബാഫെമിയെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഒബാഫെമിയെ ഏത് ബ്രാൻഡിലേക്ക് ഇടണം, ഏത് റെസ്ലറിനെതിരെ തുടക്കത്തിലെ സ്റ്റോറി കൊടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ ക്രിയേറ്റീവ് ടീമിൻ്റെ മുന്നിലില്ല എന്നുള്ളത് അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. റസൽമേനിയ 42 ബ്രോക്ക് ലെസ്നർ എന്ന് പറയുന്ന റെസ്ലറിനെതിരെയായിരിക്കും ഒബാഫെമിയുടെ മത്സരം നടക്കുക എന്നുള്ളൊരു റൂമറും സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. എത്രത്തോളം സത്യം ആ ഒരു വാർത്തയ്ക്ക് പിറകിലുണ്ട് എന്ന് നമുക്ക് അറിയില്ല. എന്തായാലും നിലവിൽ ബ്രോക്ക് ലെസ്നറിനെ ഫ്രീ ഏജൻറ്റ് സ്റ്റാറ്റസ് ഉള്ള റെസ്ലർ ആക്കിയിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതേ ലെവലിലുള്ള ഒബാഫെമിയെയും കൂടി കാണിക്കുമ്പോൾ ഇരുവരും തമ്മിലുള്ള സ്റ്റോറി ആരംഭിച്ചാൽ അത് റോയലും സ്മാക്ഡൗണിലുമായിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു ബ്രൗൾ കൂട്ടത്തിലേക്ക് ഉണ്ടാകുന്ന രീതിയിലേക്ക് അവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇനി വരുന്ന ആഴ്ചകളിൽ അത്തരത്തിലുള്ള സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് ബ്രോൺ ബ്രേക്കർ എന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. ദ വിഷൻ എന്ന് പറയുന്ന റോ ബ്രാൻഡിൽ ആക്റ്റീവായിട്ടുള്ള ഗ്രൂപ്പിലെ അംഗമായ ബ്രോൺ ബ്രേക്കറിനെ സംബന്ധിച്ച് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചത് 2 ദിവസം മുൻപ് ബ്രോൺ ബ്രേക്കറിന് ഹെർണിയയുമായി ബന്ധപ്പെട്ട് സർജറിക്ക് വിധേയനാകേണ്ടി വന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ്. അത് നമ്മൾ പങ്കുവച്ചതാണ്. ഇന്നലത്തെ റോ എപ്പിസോഡിലും ഈ ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ഈ ഒരു സർജറി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രോൺ ബ്രേക്കറിന് ഇനി എന്നാണ് വരാൻ സാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് റസ്ലിംഗ് ഒബ്സർവറുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം റസൽമേനിയ 42 ബ്രോൺ ബ്രേക്കറിന് മത്സരം ഉണ്ടായിരിക്കില്ല എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. റൂമേഴ്സിൽ ബ്രോൺ ബ്രേക്കറും സെത്ത് റോളിൻസും തമ്മിലുള്ള മത്സരം നടക്കുമെന്നാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു മാച്ച് ക്യാൻസൽ ചെയ്യപ്പെടും. ബ്രോൺ ബ്രേക്കർ റസൽമേനിയ 42 പങ്കെടുക്കാതെ വന്നാൽ സെത്ത് റോളിൻസിൻ്റെ റിട്ടേണിനെ അത് നല്ല രീതിയിൽ ബാധിക്കും. എന്തായാലും റോ എപ്പിസോഡിൽ സെത്ത് റോളിൻസിൻ്റെ റിട്ടേണിന് സാധ്യതകൾ കൽപ്പിക്കുന്ന ഒരു മിസ്റ്ററി അറ്റാക്കറിൻ്റെ ഒരു സ്റ്റോറി അവർ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അത് ഇനി എങ്ങനെയാണ്, ആർക്കെതിരെയാണ്, ദ വിഷൻ ടീമിൽ എങ്ങനെ കൊണ്ടുപോകുമെന്നുള്ളത് ഇനിയുള്ള ആഴ്ചകളിൽ കണ്ടു തന്നെ അറിയേണ്ടതാണ്. ബ്രോൺ ബ്രേക്കർ ഹെർണിയയുടെ സർജറിക്ക് വിധേയനായതുകൊണ്ട് റസൽമേനിയ 42 പങ്കെടുക്കില്ല എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുമ്പോൾ വരും ദിവസങ്ങളിൽ പങ്കുവെക്കാം. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് റോമൻ റെയിൻസിനെ സംബന്ധിച്ചാണ്. റോമൻ റെയിൻസിൻ്റെ നെക്സ്റ്റ് അപ്പിയറൻസ് ആണ് ഇനി എല്ലാവരും ആവേശത്തോടു കൂടി കാത്തിരിക്കുന്നത്. റസൽമേനിയ 42 വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്കിൻ്റെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാൻ പോകുന്ന റോമൻ റെയിൻസിൻ്റെ നെക്സ്റ്റ് അപ്പിയറൻസും ഈ സ്റ്റോറിലെ അപ്ഡേഷൻസും ഇനി എന്നാണ് കാണാൻ സാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നു. WWE ഒഫീഷ്യലായി കൺഫേം ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ മാർച്ച് മാസത്തിലെ 4 എപ്പിസോഡ്സിൽ റോമൻ റെയിൻസ് അപ്പിയറൻസ് നടത്തുന്നുണ്ട്. അതിൽ ഒന്ന് മാർച്ച് മാസത്തിലെ ആദ്യ എപ്പിസോഡിലാണ്. അത് 3-ാം തീയതിയാണ് നടക്കുന്നത്. പിന്നീട് 17-ാം തീയതി നടക്കുന്ന റോ എപ്പിസോഡിലും റോമൻ റെയിൻസ് അപ്പിയറൻസ് നടത്തുന്നുണ്ട്. പിന്നീട് 24-ാം തീയതി നടക്കുന്ന റോ എപ്പിസോഡിലാണ് റോമൻ റെയിൻസ് അപ്പിയറൻസ് നടത്തുന്നത്. പിന്നീട് 31 മാർച്ച് മാസത്തിലെ അവസാനത്തെ റോ എപ്പിസോഡിലാണ് അപ്പിയറൻസ് നടത്തുന്നത്. പിന്നീട് ഏപ്രിൽ മാസത്തിൽ റസൽമേനിയ 42 മുൻപുള്ള ഏറ്റവും അവസാനത്തെ റോ എപ്പിസോഡിലും റോമൻ റെയിൻസ് അപ്പിയറൻസ് നടത്തുമെന്നതും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ CM പങ്കിനെതിരെയുള്ള സ്റ്റോറി പ്രൊമോസ് മാത്രമായിരിക്കില്ല, ഫൈറ്റിലൂടെയും കടന്നു പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്പിയറൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി വരുന്ന ദിവസങ്ങളിൽ ലേറ്റസ്റ്റ് ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പങ്കുവെക്കാം. ഇനി അവസാനത്തെ ഒരു ഷോർട്ട് അപ്ഡേറ്റ് എന്ന് പറയുന്നത് റേറ്റിംഗ്സിനെ സംബന്ധിച്ചാണ്. റോമൻ റെയിൻസ് അപ്പിയറൻസ് നടത്തിയ റോ എപ്പിസോഡ് റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള റോ എപ്പിസോഡിൻ്റെ റേറ്റിംഗ്സിനെ സംബന്ധിച്ച് ഒരു ഹ്യൂജ് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ് പങ്കുവെക്കാനുള്ളത്. 3.1 മില്യൺ വ്യൂവർഷിപ്പ് ലഭിച്ചു. അതായത് ഈ റോ എപ്പിസോഡിന് മുൻപുള്ള റോ എപ്പിസോഡ്സൊക്കെ ടോപ്പ് 10 ചാർട്ടിൽ പോലും ഇടം നേടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ റോമൻ റെയിൻസിൻ്റെ അപ്പിയറൻസ് കൺഫേം ചെയ്തതും റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള റോ എപ്പിസോഡ് ആയതുകൊണ്ടും റോ എപ്പിസോഡിന് വമ്പൻ കുതിച്ചുകയറ്റം റേറ്റിംഗിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ജോൺസിനയുടെ കരിയറിലെ അവസാന റോ എപ്പിസോഡിന് ലഭിച്ച തുല്യമായിട്ടുള്ളൊരു റേറ്റിംഗ്സ് ആണ് ഇപ്പോൾ റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ കാണാൻ സാധിച്ച റോ എപ്പിസോഡിന് ലഭിച്ചിട്ടുള്ളത്. അതൊരു ഹ്യൂജ് ബൂസ്റ്റാണ് റോ ബ്രാൻഡിന് നൽകിയിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സ് അത് വലിയ രീതിയിൽ സന്തോഷത്തോടെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സ്മാക്ഡൗൺ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള റേറ്റിംഗ്സിനെ സംബന്ധിച്ചും വലിയൊരു പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ് തന്നെയാണ് പങ്കുവെക്കാനുള്ളത്. 1.4 മില്യൺ വ്യൂവർഷിപ്പ്
നേടിയെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് എന്നാണ് അറിയാൻ സാധിച്ചത്. അതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഡ്രൂ മാക്കിൻ്റെയറിൻ്റെ എതിരാളിയെ കണ്ടുപിടിക്കുന്ന ക്വാളിഫയർ മത്സരങ്ങളും റോയൽ റംബിളിന് ശേഷമുള്ള ആദ്യത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് ആണ് എന്നുള്ളൊരു പ്രത്യേകതയും തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ സെപ്റ്റംബർ മാസത്തിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു റേറ്റിംഗ് ആണ്. 3 മണിക്കൂറിലേക്ക് കൂടുമാറിയതിന് ശേഷം ലഭിക്കുന്ന ഏറ്റവും വലിയൊരു റേറ്റിംഗ് ആണ് ഈ 1.4 എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ബ്രാൻഡിൻ്റെ ഷോകൾക്കും റേറ്റിംഗ്സിൽ വലിയ കുതിച്ചുകയറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി വരുന്ന എപ്പിസോഡ്സും ഇത്തരത്തിൽ നല്ല സ്റ്റോറി ലൈൻ ഇമ്പോർട്ടൻസ് കൊടുത്താൽ റേറ്റിംഗ്സ് നല്ലതുപോലെ ഉയർത്തുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അത് നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് ആഗ്രഹിക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.